ഉരുൾപൊട്ടലിൽ തകർന്ന വീട്ടിൽ തിരിച്ചെത്തിയ ജയേഷിനും കുടുംബത്തിനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. ദുരന്തമുണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഈ കുടുംബം അവിടേക്ക് മടങ്ങിയെത്തുന്നത്. സുർജിത്ത് പറയൂ. സുർജിത്ത്, എന്തൊക്കെയാണ് അവരുടെ വിവരങ്ങൾ? വല്ലാത്ത സങ്കടത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവരൊക്കെ. SKN ഉറപ്പായും വല്ലാത്തൊരു സങ്കടം, വൈകാരികമായ അവസ്ഥയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. നമ്മളും കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ നിരവധി തവണ യാത്ര ചെയ്തൊരു റോഡാണിത്. പടവെട്ടി കുന്നെന്ന് പറയുന്ന പ്രദേശത്തേക്ക് വാർത്തകൾക്കായി കടന്നുപോയ റോഡാണിത്. വാഹനങ്ങൾ പോകുന്ന റോഡായിരുന്നു ഇത്. ആ റോഡ് ഇന്നില്ല. ഇതാണ് ജയേഷും കുടുംബവും, അവരുടെ മക്കൾ, ഭാര്യ, പിന്നെ ഇവരുടെ പേരക്കുട്ടികളുടെ അച്ചാച്ചനും അച്ചമ്മയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ വീട് ഇതാണ്. ആ വീടൊന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഉരുൾ പൊട്ടിക്കയറിയത് ഈ പ്രദേശത്തേക്കാണ്. ജയേഷേട്ടൊന്ന് വരൂ. വീടിൻ്റെ അകം കാണുമ്പോൾ ഒന്നുമില്ല. കാരണം മൊത്തം പൂർണ്ണമായും മണ്ണ് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. SKN ഇതാണ് ജയേഷ് തന്നെ ആ അനുഭവം പറയും, എന്താണെന്ന് ഉണ്ടായതെന്നുള്ളത്. എന്താ ചേട്ടാ ശരിക്കും ഉണ്ടായത്? നിങ്ങൾക്ക് എന്താ? ശരിക്കും ഞങ്ങളിവിടെ, ഞാൻ HML കമ്പനിയിലെ ഒരു സ്ഥിരം വർക്കറാണ്. ഞങ്ങൾ സാധാ വരുന്ന പോലെ ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് അന്ന് കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കുന്നത്. ഞങ്ങൾ ഈ സാധനം കിടക്കുന്ന പോലെ തന്നെ രാത്രി 10 മണിയാകുമ്പോൾ ഞങ്ങൾ കയറി കിടന്ന് ഏകദേശം ഒരു 1.5 മണിയോട് കൂടിയിട്ട് ഒരു വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഇതാണ് വന്നത്. അന്ന് ഇത്രയും കല്ലുകളല്ല, ചെറിയ ചെറിയ മരങ്ങളും ഒക്കെയാണ് ഈ ഭാഗത്ത് കൂടെ വന്ന് നമ്മളെ വീടിൻ്റെ ഇതിലേക്കാണ് വന്നത്. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് മക്കളും ഭാര്യയും എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും നിലവിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങണ്ട, ഒച്ച ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് കിട്ടിയ ചെറിയ ടോർച്ചാണ്. അതെടുത്ത് അടിച്ചു നോക്കുമ്പോൾ ഈ റോട്ടിൽ കൂടെയൊക്കെ മലവെള്ളം ഇങ്ങനെ പായാണ്. അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ചുമരിലൊക്കെ വെള്ളം വന്ന് അടിച്ചു കഴിഞ്ഞു. അപ്പം എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യേനെയും അച്ഛനും അമ്മയും, എനിക്ക് സുഖമില്ലാത്ത അച്ഛനാണ്. അച്ഛന് 73 വയസ്സ് കഴിഞ്ഞ് പുള്ളിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു ഒരു 10-16 ദിവസം. അത് കഴിഞ്ഞ് അച്ഛനെയും താങ്ങി പിടിച്ചിട്ടാണ് ഇവിടെ നിന്നാണ് മേപ്പാടി പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛന് തീരെ നടക്കാൻ വയ്യ, കിടപ്പ് രോഗിയാണ്. ആ അച്ഛനെയും എൻ്റെ ഭാര്യ മക്കളെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അച്ഛനെ എടുത്തിട്ടാണ് ഞാനത് ആ കാണുന്ന വലിയ വീട്ടിലേക്ക് ഓടി കയറിയത്. അതുപോലെ എൻ്റെ ഭാര്യയുടെ തറവാടാണിത്. അവിടെയും ചെറിയ മക്കളും ഒക്കെ ഉണ്ട്. അവരെ എല്ലാവരും ഞാൻ പോയി വിളിച്ച് ആ സമയത്ത് ഞാൻ ഇവിടെ കയറ്റി. അതുപോലെ തന്നെ ഈ വീട്ടിലെ ആളുകളെയും വിളിച്ച് വന്ന് അതിൻ്റെ മേലെ കയറ്റിയിരുത്തി. കയറ്റിയിരുത്തിയപ്പോഴാണ് ഈ കാണുന്ന വീട്ടിൽ വിജയൻ സൂപ്പർവൈസർ അവരെ അമ്മ ബാത്റൂമിൽ വീണിട്ട് കാല് പൊട്ടി സ്റ്റീലൊക്കെ ഇട്ടിട്ട് അന്ന് 2 ദിവസം മുന്നേ വന്ന് കിടത്തിയിട്ടുള്ളൂ മിംസിന്ന്. ആ അമ്മേനെയൊക്കെ ഇവർ എടുത്തിട്ട് വരുന്നൊരു രംഗം ഒരിക്കലും കാണാൻ പറ്റാത്ത രംഗമായിരുന്നു. കാരണം അപ്പോഴേക്കും അവരെ വീട്ടിൽ കൂടെ ചളിയും വെള്ളമെല്ലാം നിറഞ്ഞ് കയറി അവർ മുങ്ങി കുളിച്ചിങ്ങോട്ട് കയറി വരിക. അങ്ങനെ തൊട്ട അപ്പുറത്തെ വീട്ടിൽ ഇവിടെ ഒരു 3-4-5 വീട്ടിലെ ആളുകളൊക്കെ റോട്ടിൻ്റെ അക്കരെയുള്ളവരൊക്കെ ആ ചളിയിലൂടെ പോഞ്ഞ് കയറി വരുന്നവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടാൻ കഴിഞ്ഞു. ഇതിലേ വരി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളൊന്ന് എന്താ പറയുക, ഞങ്ങൾ ഒരു ഫസ്റ്റ് ഇവിടെ പൊട്ടിയതാണ്, മുണ്ടക്കയിൽ ഒരിക്കലൊന്ന് പൊട്ടിയതാണ്. ഒരു 2019 2 വീടുകൾ പൂർണ്ണമായും പോയി. ചെറിയ ചെറിയ വീടുകൾക്ക് മടത്തിൽ വിജയൻ്റെ പോയി, ഒരു സുകുമാരൻ്റെ ഒക്കെ വീട് അന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ ആ പുഴയിലൂടെയാണ്, കാരണം ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ 600 മീറ്റർ ഉണ്ടാവും പുഴയ്ക്ക്. അന്നൊക്കെ അത് വന്ന് ഒലിച്ച് പോയത് ആ പുഴയിലാണ്. അപ്പം ഞങ്ങളും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് അന്ത്യം ഇറങ്ങിയത്. എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. കുറേ ആളുകൾ നിലവിളി കേൾക്കുന്നുണ്ട്. കാരണം ഒരു വെളിച്ചമല്ല, ഒരു ടോർച്ചില്ല, ഒന്നുമില്ല. ആരാണെന്ന് പരസ്പരം കരച്ചിലും വിളിയും കേൾക്കില്ല. എനിക്കൊക്കെ ചാടി ഇറങ്ങണമെന്നുണ്ട്, ഇവരൊക്കെ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടേക്ക് പോയി? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് മരവും ചളിയും വന്ന് കിടക്കുകയാണ്. ഒരാളെ പോലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുത്താനോ ഒന്നിനും കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ വീട്ടിലെ വിജയൻ സൂപ്പർവൈസർ പറഞ്ഞു, ഇവരൊക്കെ മുണ്ടെല്ലാം പോയേ. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു മുണ്ടെങ്കിലും എനിക്ക് കാണില്ല. അപ്പോഴെൻ്റെ വീടൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഓടി വന്ന് പുള്ളിക്കുള്ള മുണ്ട് ഇവിടെ ഞാൻ എടുത്ത് കൊണ്ടുകൊടുത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു. ഞാൻ ഇവിടെ ചുരുളമര ഒരു ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോൾ അവർ ആ ഭാഗത്തു നിന്ന് കയറി ഇവിടെ വന്ന് റെസ്ക്യൂ ടീമും എല്ലാം എത്തി. അവർ വരുന്ന സമയത്ത് മേലെ വാസുവട്ടെന്ന് പറയുന്ന
അവരുടെ മരുമകൾ, അവരെ എല്ലാവരും നഷ്ടപ്പെട്ട ആ കുടുംബത്തിലെല്ലാം ആ മരുമകൾ ഈ റോട്ടിൽ കൂടെ ഒലിച്ചു വന്നിരുന്നത്. ഇവരെ റെസ്ക്യൂ ടീമിൻ്റെ കണ്ണ് പെട്ടുകൊണ്ട് അവരെ എടുത്ത് കിടത്തി കൂട്ടാട്ട് അവിടെ അങ്ങനെ അവർ വരുന്നുണ്ട്, നമുക്ക് പിടിച്ച് കയറ്റണം പറഞ്ഞ് കയറ്റി ആ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആ വീട്ടിൽ കൊണ്ട് അവർ നനഞ്ഞ് കുളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു പുതപ്പ് എടുക്കണം പറഞ്ഞു. ഞാൻ വീണ്ടും ഓടി ഇതിനകത്ത് കയറി. എന്നിട്ട് അവർക്കൊരു പുതപ്പ് എടുത്തു കൊടുത്ത് പുതച്ചു കൊടുത്തേ. അതിനുശേഷമാണ് ഇവർ പിന്നെ റെസ്ക്യൂ ടീം പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല, കണ്ണ് കാണില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന മരം വന്ന് അടിഞ്ഞ് കിടക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തിരിച്ച് കയറിയിട്ട് അവരെ കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ആ കുട്ടീൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തിട്ട് വരും, അവരെ നമുക്ക് ഇതിൽ ബെഡ്ഷീറ്റിൽ കെട്ടി ഏറ്റാന്ന് പറഞ്ഞു. ഞാൻ ആ ബെഡ്ഷീറ്റും കൂടെ ഇതിനകത്ത് നിന്ന് വന്ന് എടുത്തിട്ട് പോയി കൊണ്ടുകൊടുത്ത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ പിന്നെ കുടുംബം, ഇവിടുത്തെ അളിയൻ്റെ കുടുംബവും ഇവരെ കുടുംബം മാത്രമായിപ്പോയി ഇവിടെ. ബാക്കി കയറി വന്ന 10-40 മേലെ ആളുകളുണ്ട്. സകല ആളുകളും പോയി തുടങ്ങി, രക്ഷപ്പെട്ടു തുടങ്ങി, എല്ലാവരും പോവുക. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ആകെ വിഷമിച്ചിരിക്കുക. അതിൽ എൻ്റെ മൂത്ത മോളത്തേക്ക് ഈ രണ്ടാമത്തെ പൊട്ടി ആ സമയം കൊണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് ഇടവേള കിട്ടിയ ഫസ്റ്റ് പൊട്ടി വന്നതിന് ഒരു 3:30 മണിയാകുമ്പോഴാണ് ഒരു രണ്ടാമത്തെ പൊട്ടുന്നത്. അത് എന്താ പറയുക, ഇപ്പോഴും അത് ആരും പറഞ്ഞ് ഉൾക്കൊള്ളിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തൊരു അത്രയും ഒരു ഭീകരമായ സൗണ്ടാവും. ഞങ്ങൾ എന്നും കാണുന്ന മലകളാണിത്. ഞങ്ങളെ കുടുംബം എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് ആ മല മൊത്തം അങ്ങോട്ട് ഇടിഞ്ഞ് വന്നിട്ട് എൻ്റെ കുടുംബത്തിന് ഈ വീടിൻ്റെ മേലെ കൂടെ വന്ന് ഈ നാട് മൊത്തം നിരങ്ങി പോവുകയാണ്, സകലതും നശിക്കുകയാണെന്നുള്ളത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരച്ചിലാണ് അവിടെ നിന്ന്. അതിൽ മൂത്ത മോളെന്താക്കി അവിടെ നിന്ന് ഇറങ്ങി താഴ്ക്കി കരഞ്ഞിട്ട് ഓട്ടി. ആ സമയത്ത് അവൾ ഇങ്ങോട്ടാണ് വരുന്നത് വെച്ചെന്ന് ഞങ്ങൾ രണ്ടാളും ഇല്ല. എന്നെ കൂടി കൈ പിടിച്ച് വലിച്ച അവള് അച്ചാ വാച്ചാ, കാരണം അവൾക്ക് അത്രയും പേടിയാണ്. അങ്ങനെ മോളിലേക്ക് ഓട്ടി ഒരു 10 ഏക്കർ കാപ്പിത്തോട്ടാണ് മുകളിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ മോളോട് കാപ്പീൻ്റെ കമ്പടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്, ഏതെങ്കിലും കിണറ്റിലാണോ പോയി വീണ്. കുറേ കിണറുകളുണ്ട് അവിടെ. എന്തോ താഴെ പപ്പനാവട്ടം എന്ന് പറയുന്ന അവരെ വീടിൻ്റെ അവിടെ കയറിയിട്ട് ബാലേട്ടൻ എന്ന് പറയും, അക്കരെ കുന്നിലെത്തി ഞാനെൻ്റെ മോള് വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബാലേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു മോളാണ്, നമ്മളിവിടെ കിടക്കട്ടെ, ഞാൻ ഇപ്പോൾ വരെ എൻ്റെ കുടുംബമൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ബാലേട്ടാറിന്. അവർ പറഞ്ഞു നീ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. ഒരു വെളിച്ചമില്ല എൻ്റെ കയ്യിൽ, ഒരു ചെറിയൊരു ലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആ കാട് മുഴുവൻ കയറി വന്ന് ഇവിടെ വന്ന് നമ്മുടെ ബാക്കിയുള്ള കുടുംബത്തെ എല്ലാം ഇറക്കി താഴെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 5 മണിയായി. അവിടെ എത്തുമ്പോൾ ഈ പപ്പനാവട്ടൻ്റെ വീട്ടിൽ മണിയെന്ന് പറയും, അവരെ ഒരു റിലേഷനാണ്, തോട്ടം നോക്കുന്നവരാ. അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനൊക്കെ അങ്ങ് എത്തിയിരുന്നു. അച്ഛനെ എടുക്കാനുമല്ല, കാരണം കാപ്പിത്തോട്ടാണ്, ഫുള്ള് കാപ്പീൻ്റെ ഹൈറ്റ് അറിയാമല്ലോ. കാപ്പീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നൂന്ന് പോയിട്ട് ഊരം വേന പുറവും വേന. അച്ഛനാണ് പുരിഞ്ഞ നിലവിളി. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് 2 ആളെ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു കൃഷ്ണൻ എന്നൊരു കൃഷ്ണനും മുരുകേശും വന്നിട്ടാണ് പിന്നെ എൻ്റെ അച്ഛനെ താഴേക്ക് ഇറക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കട്ടൻ ചായ കുടിച്ച് ഏകദേശം ഒരു 5-5:15 ആയപ്പോൾ എന്താ പറയുക, നമ്മളൊന്ന് രക്ഷപ്പെട്ട് പോവാൻ വിടൂല എന്നുള്ള രീതിക്ക് തന്നെ മൂന്നാമത്തെ പൊട്ട് പൊട്ടി ഞങ്ങൾ വിചാരിച്ചു നമ്മളിരിക്കുന്നിടത്തേക്ക് അതിലെയാണ് വരുന്നത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ കൂട്ടക്കരച്ചിലായിട്ട് ഇട്ടിട്ട് ഓടി കുറച്ചുകൂടി മുകളിലേക്ക് കയറി നിന്ന് അവിടെ നിന്നിട്ടാണ് എൻ്റെ മാമൻ്റെ മോനാണിത്, അവൻ ഇത് പൊട്ടിയത് അറിഞ്ഞിട്ട് ഇവൻ വിളിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവം, നിങ്ങൾ എവിടെയുള്ളതെന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും സേഫാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഇപ്പോൾ അവിടെ വരണം പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ണം അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല, കാരണം കള്ളാടി അവിടെ ഉള്ളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കിടന്ന് വന്ന് മക്കളെയും അച്ഛനെയും അമ്മേനെയൊക്കെ കയറ്റി ഇവർ നേരെ മേപ്പാടിക്ക് രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും എൻ്റെ ഇവളെ ഒരു ഏട്ടൻ്റെ മോളുണ്ട്, അനുശ്രീ എന്ന് പറയും. ആ കുട്ടി അവരെ വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് പോയി കണ്ടാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതൊന്നും അവിടെ എന്താണ് അത് എന്നുള്ള ഒന്നും മനസ്സിലാണ്. അത്രയും ഹൈറ്റിൽ പോയിട്ടാണ് ഈ അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ നിന്നാണ് ഈ കുട്ടീനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയത്. അനുശ്രീ എന്ന് പറയും. ആ കുട്ടീനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് എൻ്റെ കുടുംബം എല്ലാം സേഫാണല്ലോ എന്ന് ഞാൻ വളരെയധികം വേദനിക്കുന്നത്. എൻ്റെ ഭാര്യ കുടുംബത്തിലൊരു 10 ആൾ പോയി. ഒക്കെ അടുത്തടുത്ത വീടുകളാണ്, ഞങ്ങൾക്ക് എല്ലാം വേണ്ടപ്പെട്ടവരായിരുന്നു. അതിലൊരു കൊച്ചു മോൻ, അതാണ് ഇവരൊക്കെ ആകെ എന്താ പറയുക സമനില തെറ്റിയ പോലെ ആയിരുന്നു മക്കളെ. കാരണം അമ്പാടി എന്ന് പറയും, 2.5 വയസ്സുള്ളൂ. അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് അമ്പലവയലിലേക്കാണ്. അവൾ അന്ന് എന്തോ ഇതിൽ പെടാൻ വേണ്ടി മാത്രം അവളെ ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവളും ആ കൊച്ചും പെട്ടുപോയി ആ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾക്ക് 11 ആൾ ഞങ്ങൾക്ക് മിസ്സിങ് ആണ്. 10 ആൾ അതിൽ ഇപ്പോൾ ഒരു 5 ആളെ തിരിച്ചറിഞ്ഞ് കുറേയൊക്കെ ഒരു വെച്ച് തിരിച്ചൊക്കെ അറിഞ്ഞ്
നോക്കി നോക്കി ഓരോ ബോഡികൾ വരുമ്പോഴാണ് നമ്മൾ അതിൽ ഉണ്ടാവണം, നമ്മൾ ഒറ്റവരും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ എത്ര കടുത്ത അനുഭവങ്ങളാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൽ തന്നെ അത്ഭുതമാണ്. അത്രയും വലിയ ഉരുൾപൊട്ടലാണ് 2 തവണ അവിടെ ഉണ്ടായത്.